വസന്തകാലം കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയാണ് സ്പ്രിങ്ങും അവളുടെ നായക്കുട്ടിയും. ഇവർ രണ്ടുപേരും കൂടി മലമുകളിൽ നിന്നും താഴ്വരയിലെ കാട്ടിലേക്ക് പോകുന്നു. താഴ്വരയിലാണെങ്കിൽ സൂര്യപ്രകാശം അല്പം പോലും കിട്ടുന്നില്ല. അതുമല്ല അവിടെ തണുപ്പ് കാരണം എല്ലായിടവും ഐസായിരുന്നു. അങ്ങനെ അവർ വരുന്ന വരിൽ വ്യത്യസ്തമായ ഒരു വലിയ പാറ കാണുന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക വടി ഉപയോഗിച്ച് ആ കല്ലിനെ ആഞ്ഞടിക്കുന്നു. അവളുടെ പുറകിലുണ്ടായിരുന്ന ഒരു മരം അനങ്ങാൻ തുടങ്ങുന്നു. അവൾ നോക്കിയപ്പോൾ മരങ്ങൾ പോലെ 4 കാലുള്ള ഒരു ജീവി താഴേക്ക് വരുന്നു. അവൾ ആ ജീവിയെ കണ്ട ഉടനെ തന്നെ ആ ജീവിക്ക് മുമ്പിൽ വണങ്ങുന്നു. ഉടനെ അത് തന്റെ മണികളെ സ്പ്രിങ്ങിന്റെ മാന്ത്രിക വടിയിൽ തട്ടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. സ്പ്രിങ്ങും ആ വടികൾ ഉപയോഗിച്ച് അതിന്റെ മണികളിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഈ മണികളിൽ നിന്നും ഒരു ഭാഗം അവൾക്ക് കൊടുക്കുന്നു. അവൾ അത് ആ മാന്ത്രിക വടിയിൽ ഘടിപ്പിക്കുന്നു. അത് വസന്തകാലം കൊണ്ടുവരാനുള്ള മാന്ത്രിക താക്കോലാണ്. അത് കിട്ടിയുടനെ അതിന്റെ ശക്തിയാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവികളും ഉണരുന്നു. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് മൂവ് ആവാൻ തുടങ്ങുന്നു. പെട്ടെന്നൊരു ജീവിയുടെ കാൽ തട്ടി ഒരു മരം വളഞ്ഞു വീഴുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മണിയുടെ ഭാഗം തെറിച്ചു പോകുന്നു. അത് വീഴുന്ന ശബ്ദം കേട്ട് എല്ലാ ജീവികളും ആ ഭാഗത്തേക്ക് പോകുന്നു. സ്പ്രിങ്ങിന്റെ ഡോഗ് വേഗം തന്നെ പോയി അതിനെ പിടിക്കുന്നു. പക്ഷെ ഒരു ജീവി അതിൽ ചവിട്ടാൻ വരുന്നു. അവൾ ആക്ഷൻ കാണിക്കുന്നതിനനുസരിച്ച് അത് മൂവ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ മാന്ത്രിക വടി ചെയ്യുന്നത് പോലെ എല്ലാം തന്നെ ആ ജീവികൾ ചെയ്യാൻ തുടങ്ങുന്നു. അവസാനം സ്പ്രിങ് ആ ജീവികളെയും കൂട്ടി മലമുകളിലേക്ക് വരുന്നു. അത് മലമുകളിൽ കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് താഴ്വരയിൽ സൂര്യപ്രകാശം ഏൽക്കാൻ തുടങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന ഐസ് എല്ലാം മെൽട്ടാവാൻ തുടങ്ങുന്നു. അവിടെ വസന്തകാലം പിടിയാൻ തുടങ്ങുന്നു. സ്പ്രിങ് ആ മണി അവിടെയുള്ള ഒരു വള്ളിയിൽ കൊളുത്തിയിടുന്നു. ലക്ഷക്കണക്കിന് മണികൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം വർഷങ്ങളായി ഇവരുടെ പൂർവ്വികർ ഇത് ചെയ്തു വരുന്നു.